നമസ്കാരം, ഞാൻ ആലപ്പി അഷ്റഫ്. കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞകാല ജീവിതയാത്രയിൽ മദ്രാസിയിലുണ്ടായ കുറേ അനുഭവങ്ങളാണ് ഞാനിവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സംഭവ കഥ എന്തെന്നാൽ, നമ്മെ വിട്ട് പിരിഞ്ഞ എൻ്റെ പ്രിയ സ്നേഹിതൻ ജോണിയുമായി ബന്ധപ്പെട്ട ഒരു നൊമ്പരപ്പെടുത്തുന്ന ചെറിയൊരു സംഭവ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മദ്രാസിലെ ആർക്കെ ലോഡ്ജ് എന്ന് പറയുന്ന ഇടത്തിൽ ധാരാളം സിനിമക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഞാനും അവിടെയായിരുന്നു താമസം. താഴത്തെ നിലയിലായിട്ട് മങ്കമ്പ് ഗോപാലകൃഷ്ണ ചേട്ടൻ, ജോർജ് ഗിത്തു, ഉണ്ണി ആറന്മുള, കുറച്ച് ഉള്ളിലോട്ട് പോയാൽ ജോസ് എന്ന നടൻ, അന്നത്തെ സൂപ്പർ സ്റ്റാറാണ്, ലാലു അലക്സ്, അങ്ങനെ കുറേ പേര് താഴത്തെ നിലയിൽ. അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിൽ അന്യഭാഷ നടന്മാർ, ഈ സിനിമാ സംബന്ധമായ മലയാളികളില്ല, അല്ലാതെ ഒരു ഡോക്ടർ വർമ്മ, അങ്ങനെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, സിനിമയായിട്ട് ബന്ധമില്ലാത്തവർ. അതിൻ്റെ മുകളിലത്തെ നിലയിൽ ജോണി, ഞാൻ, രവി ഗുപ്തൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ, അങ്ങനെ കുറച്ച് പേര് മുകളിലുമുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടാറുണ്ട്. മിക്കവാറും എല്ലാവരും കൂടെ എൻ്റെ റൂമിലാണ് ഈ സിനിമാ ന്യൂസുകളൊക്കെ വരലും പറയലും സംസാരിക്കലും എല്ലാം ഇങ്ങനെ എൻ്റെ റൂമിൽ വരും. വൈകുന്നേരം ഒരു അടിച്ചുപൊളി സ്റ്റൈലിലാണ് ഇങ്ങനെ പോകുന്നത്. ജോണിയെ സംബന്ധിച്ച് ജോണി വളരെ മാന്യമായ പെരുമാറ്റവും നല്ല രീതിയിൽ ആർക്കൊരു ദ്രോഹവും ചെയ്യാതെ വളരെ ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു നടനായിരുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ, അത് കഴിഞ്ഞാൽ ജിംനേഷ്യം, അത് കഴിഞ്ഞാൽ കൃത്യമായ ഭക്ഷണം, കൃത്യമായ കാര്യങ്ങൾ, ധാരാളം പടങ്ങളും അദ്ദേഹം വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ജോണിയും ഞാനുമായിട്ടാണ് കൂടുതൽ അടുപ്പം. കാരണം അടുത്തടുത്ത റൂമായതുകൊണ്ട് ഒരു 2-3 റൂമിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ റൂമിൽ കൂടെ വരും, ഓരോ കാര്യങ്ങൾ പറയും, പോകും. ഞങ്ങൾ തമ്മിൽ ഇടാപോട ഒരു ബന്ധമാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ റൂമിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്യഭാഷ നടന്മാർ താമസിക്കുന്ന അതിലുള്ള ഒരു നടൻ, കാണാൻ നല്ല മിടുക്കൻ, സുമുഖനാണ്, നല്ല സൗമ്യനാണ്. അദ്ദേഹം എൻ്റെ റൂമിൽ വന്ന് തട്ടി. ഞാൻ കഥ തുറന്ന്, സാർ വരണം, ഇരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ വിവാഹിതനാവുകയാണ്, അതിങ്ങനെ എൻ്റെ കല്യാണമാണ്, കല്യാണക്കുറി തന്നു. ആ കല്യാണം കഴിക്കുന്നത് മലയാളത്തിലെ ഒരു നടിയെയാണ്. ഞാൻ പറയാം, സാർ ഗുഡ്. അപ്പം നോക്കിയപ്പോൾ ആ കുട്ടി അറിയാവുന്ന, എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, സിനിമയിൽ കണ്ടിട്ടുള്ള നടിയാണ്. ഓക്കെ, സന്തോഷം സാർ, അപ്പോൾ ഇങ്ങനെ വരണം, പാർട്ടി ഇന്ന സമയത്താണ്, ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും. സന്തോഷത്തോടെ അദ്ദേഹം ഇരുന്നു, സംസാരിച്ചു. അദ്ദേഹം പോകാൻ നേരത്ത് ചോദിച്ചു, ജോണിയുടെ റൂം നമ്പർ എത്രയെന്ന്. ഞാൻ പറഞ്ഞു ജോണിയുടെ റൂം 42ആണ്. ശരി എന്ന് പറയും. അദ്ദേഹം അങ്ങ് പോകും. ഞാൻ ആ കാർഡ് നോക്കുന്നു. അപ്പോൾ ഈ നടിയെക്കുറിച്ച് ഈ ആളുകളുടെ ഇടയിൽ ഒരു ഗോസിപ്പ് സിനിമാക്കാരുടെ ഇടയിൽ അന്നുണ്ടായിരുന്നു. അത് ശരി നടന്ന സംഭവമാണോ അതോ ഗോസിപ്പാണോ എനിക്കറിയില്ല അത്. പക്ഷേ ആ കേട്ടിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, മലയാളത്തിലെ ഒരു മുതിർന്ന നടൻ അമിതമായി മദ്യപിച്ച് ഈ നടിയുമായി ഈ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് അവർക്ക് ഒരുപാട് പരിക്ക് പറ്റുകയും അവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ എന്തോ സ്റ്റിച്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയൊരു കഥ, ക്രൂരമായൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പലരും കേട്ടിട്ടുണ്ടത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നടിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറയും. ശരി, ഇതൊക്കെ ആളുകളുണ്ടാക്കിയ കഥയായിരിക്കുമല്ലോ, എന്താകാം. അദ്ദേഹം പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കഥകിൽ ആരോ തട്ടി. ഞാൻ വീണ്ടും തുറന്നു നോക്കുമ്പോൾ ജോണി നിൽക്കുകയാണ്. ജോണി ഷർട്ടൊന്നും ഇല്ലാതെ വെളിയിൽ തന്നെ നിന്ന് കഥകിൻ്റെ 2 ഭാഗത്തും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ജോണി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എടാ ആ താഴത്തെ ആ നടൻ എന്തിനാ വന്നത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറയും, എന്തിനാണ് വന്നതെന്ന്? എന്താ പറയുന്നത്, എന്താ കാര്യം? അല്ല, ഞാൻ പറയാം നിൻ്റെ അവിടെ വന്നില്ലേ? ആ വന്ന് പോയി. ഞാൻ പറയാം അയാളുടെ കല്യാണമാണ്. കല്യാണമാ? ആരാ? എന്ത്? ഞാൻ പറയടാ നമ്മുടെ മറ്റേ ആ നടിയാണ് കല്യാണം കഴിക്കുന്നത്. ജോണി തലയിൽ അയ്യോ നമ്മുടെ കൈ വെച്ചു. അത് കല്യാണമാ അയാളുടെയാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയും എന്ത് പറ്റി? എടാ ഒന്നും പറയണ്ട. ജോണി ആകെ വേർത്ത് ആകെ വിളറി. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്? ഇല്ല, അയാൾ എൻ്റെ റൂമിൽ വന്നു, കല്യാണം വിളിക്കാനാണെന്ന് ഞാൻ അറിയുന്നില്ലോ. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇരുന്ന ഉടനെ ചോദിച്ചു, ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആ നടിയെ ജോണിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു.
അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരെ പറ്റിയൊരു ഇതുണ്ട്, അവരിങ്ങനെ ഒരു മുതിർന്ന നടൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ബ്ലീഡിങ്ങും സ്റ്റിച്ചും ഒക്കെ ഇട്ട് ആകെ പ്രശ്നം. ഞാൻ പറഞ്ഞിടാ മഹാഭാവി, ഇവിടെ കല്യാണം വിളിക്കാൻ വന്ന ചെറുക്കനാണ് അത്. അവരെ ജോണി ആകെ തകർന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ജോണിയുടെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയും എന്താ എടാ അത് ഞാൻ അയാളെ കല്യാണം വിളിക്കാൻ വന്നെന്ന് ഞാൻ അറിയുന്നുണ്ടോ, അയാൾക്കത് പറഞ്ഞുകൂടെ ആദ്യം എന്നൊക്കെ ജോണി ചോദിച്ചു. ഞാൻ പറയടാ എന്തായാലും പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ? പറഞ്ഞും പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ജോണിയും ആ കല്യാണത്തിന്, ജോണിയെ വിളിച്ചിട്ടില്ല, ഞാനും ആ കല്യാണത്തിന് പോയില്ല. ആകെ വിഷമമായി ഞങ്ങൾക്ക്. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഞാൻ ആ പേരൊന്നും വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ഇത്രയും അന്തസ്സായിട്ട് അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണ് അവളെങ്ങനെ ഇന്നലെ വരെ എന്തായിരുന്നെന്നൊന്നും അയാൾക്കറിയണ്ട. അതൊന്നും മുഖവിലേക്ക് എടുത്തുമില്ല. അവരേറ്റവും മാതൃകാപരമായിട്ട് എത്രയോ 10-30-35 വർഷമായി വളരെ മാതൃകാപരമായിട്ട് അവർ ജീവിക്കുന്നത് ഇന്നും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.